അഞ്ചാമത്തെ വ്യാപാര ദിനത്തിലും നഷ്ടം നേരിട്ട് വിപണി. താരിഫ് ഭീഷണിയും വളർച്ചാ ആശങ്കകളും ആഗോളതലത്തിൽ സൂചികകൾക്ക് തിരിച്ചടിയായി. എല്ലാ സെക്ടറുകളിലേക്കും തകർച്ച വ്യാപിച്ചു. സെൻസെക്സ് 800 പോയിന്റിലേറെ നഷ്ടത്തിൽ 74,509-ലെത്തി. നിഫ്റ്റി ആകട്ടെ 226 പോയിന്റ് ഇടിഞ്ഞ് 22,570-ലുമെത്തി. കനത്ത തകർച്ച നേരിട്ടതോടെ BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 5.07 ലക്ഷം കോടി കുറഞ്ഞ് 397.13 ലക്ഷം കോടിയിലെത്തി. ട്രംപിന്റെ താരിഫ് ഭീഷണികളുടെ നശീകരണ ശക്തി സംബന്ധിച്ച ആശങ്കകൾ ആഗോളതലത്തിലേക്ക് വ്യാപിച്ചു. യുഎസിൽ പണപ്പെരുപ്പം വീണ്ടും കൂടിയേക്കാമെന്ന ആശങ്കകൾ അതോടൊപ്പം പരന്നു. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമുള്ള ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വിലയിരുത്തുന്ന സൂചികയായ US കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് 15 മാസത്തെ താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. വളർച്ചാ ആശങ്കകൾക്കിടെ വെള്ളിയാഴ്ച വാൾസ്ട്രീറ്റിലുണ്ടായ നഷ്ടം ഏഷ്യൻ വിപണിയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. നിഫ്റ്റി IT സൂചിക 1.8% ഇടിഞ്ഞു. L&T ടെക്നോളജി, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, കോർഫ്രേജ് എന്നീ ഓഹരിയിലെ ഇടിവാണ് സൂചികയെ ബാധിച്ചത്.